ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ 2 ചാപ്റ്ററുകളിൽ നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് പഠിച്ചത്. പ്ലൂറൽ ആകുമ്പോൾ ഫസ്റ്റ് ഫോം, സിംഗുലർ ആകുമ്പോൾ എസ് ഫോം. അതെപ്പോഴും ഇങ്ങനെ മൈൻഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എല്ലാ ക്ലാസ്സുകളിലും ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് ഞങ്ങൾക്ക് മനസ്സിലായില്ല, വീണ്ടും വീണ്ടും എന്തിനാണ്. എന്നാൽ റിപ്പിറ്റേഷൻ ഈസ് ദ മദർ ഓഫ് സ്കിൽ. ലാംഗ്വേജ് ഇസ് എ മദർ ഓഫ് സ്കിൽ. ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്കില്ലിൻ്റെ മാറ്ററാണ്. സ്കിൽ എങ്ങനെയുണ്ടാവുക? റിപ്പിറ്റേഷൻ ചെയ്ത് തന്നെ ചെയ്യും. നമ്മൾ വേൾഡിലെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബ്രൂസ്ലി എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഫൈറ്ററുണ്ട്, അതിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 10,000 ഡിഫറെൻറ്റ് കിക്ക് അറിയുന്ന ആളെയല്ല ഞാൻ ഭയക്കുന്നത്, ഒരു കിക്ക് 10,000 തവണ ചെയ്യുന്നത് ആരോ അയാളെ നമുക്ക് ഭയക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ആൾ ആ കിക്കിൽ അത്ര നല്ലോണം എന്ത് ചെയ്തിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആവാൻ നമുക്ക് ആ ഐഡിയനെ കടമെടുക്കാം. കുറേ സെൻറ്റൻസുകൾ പറയുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സെൻറ്റൻസുകൾ എന്ത് ചെയ്യുക, നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കുക. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എംഫാറ്റിക് സെൻറ്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. കേൾക്കണം. എംഫാറ്റിക്, എംഫസൈസ് ചെയ്യുക, ഊന്നി പറയാം. ഏതെങ്കിലും ഒരു ആക്ഷനിൽ ഊന്നി പറയുകയാണ് നമ്മൾ. ഈ ചാപ്റ്റർ നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ ഇടയിലുണ്ടാകുന്ന വ്യത്യാസം, അല്ല ഇതുവരെ നിങ്ങൾ ഇംഗ്ലീഷിനെ കണ്ടതിൽ നിന്ന് വളരെ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ ക്യാപ്പബിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്. ഇതിനെ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി അറ്റൻഷനിലിരുന്ന് കേൾക്കണം, സമാധാനമായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരൊറ്റ പോയിൻ്റ് കേട്ട് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് വന്നിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബോർഡിൽ നോക്കുക. ഞാനൊരു സെൻറ്റൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഐ സ്പീക്ക് English. I speak English. കാണുന്നില്ലേ? ബോർഡിൽ കാണുന്നില്ലേ? I speak English. ഈ സ്പീക്ക് വരാനുള്ള കാരണം എന്താ? ഐ എന്ന് പറയുന്നത് പ്ലൂരലായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് അല്ലേ? പ്ലൂരൽ സബ്ജക്റ്റ് വരുമ്പോൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ്. ഇനി നമ്മളിന്ന് ശ്രദ്ധിക്കുക, ഈ സ്പീക്കിൻ്റെ താഴെ ഒരു ആരോ മാർക്ക് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ കാണുന്നത്? ഡു പ്ലസ് സ്പീക്ക്. ഡു പ്ലസ് സ്പീക്ക്. എന്താണ് ഈ ഡു പുറത്തേക്ക് എടുത്തത്? എല്ലാ വേർബിൻ്റെയും ഫസ്റ്റ് ഫോമിൻ്റെ അകത്ത് ഡു എന്ന് പറയുന്ന ഒരു ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. ആ ഡൂവിന് ഒരു പ്രത്യേക അർത്ഥം കൊടുക്കാനോ സ്വന്തമായൊരർത്ഥം അതിനില്ല. അപ്പോൾ സ്പീക്ക് എന്ന് പറയുന്നതിന് ഡു പ്ലസ് സ്പീക്ക്, ഒരു വ്യത്യാസമില്ല. എല്ലാ വെർബിനും ഫസ്റ്റ് ഫോമിൻ്റെ അകത്തുണ്ട്. ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് നമ്മൾ താഴത്തേക്ക് എഴുതാണ്. ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ്. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അർത്ഥത്തിൽ വ്യത്യാസം വരും. ഡു എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വേർബിന് അർത്ഥമില്ല, അത് സമ്മതിച്ചു. പക്ഷേ ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടെന്നേ ഒരു ഊന്നൽ അവിടെ വരുന്നുണ്ട്, എംഫസൈസ് ചെയ്യുന്നുണ്ട് അവിടെ. ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടെന്നേ. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് വരികയാണെങ്കിൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് വെക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഡു എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വേർബിന് ആവശ്യമുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് സബ്ജക്റ്റിന് ശേഷമോ വേർബിന് മുന്നിലോ അത് വെച്ച് കൊടുത്താൽ അത് എംഫാറ്റിക് സെൻറ്റൻസ് ആയിട്ട് മാറും.